നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പകര. ഇന്ന് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ആർട്ടിനെ കൊണ്ടുപോവുകയാണ്, മാർഷൽ ആർട്ടിനെ. പലപ്പോഴും ആയുധകല പഠിപ്പിക്കുമ്പോൾ വെറും കൈയായാലും ആയുധങ്ങളായാലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഓരോ ഡിവിഷൻ ഉണ്ട്. ഒരു മാസ്റ്റർ ഏത് ലെവലിൽ നിൽക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കുറുവടി പഠിക്കുമ്പോൾ ഗുരുനാഥൻ ഒരു കുറുവടി എടുത്ത് ശിഷ്യനിലേക്ക് കൊടുക്കുന്നു, നേരെ പ്രയോഗങ്ങളിലേക്ക് പോകാം. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാമത്, ഇതിനൊരു ഹിസ്റ്ററി ഉണ്ടാവും. ആ ഹിസ്റ്ററിയെ ബന്ധപ്പെട്ട് അതിനൊരു സൈക്കോളജി ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ഫിലോസഫി ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്ന നോവൽ പോലെ, സിനിമ പോലെ എന്ന് കരുതിക്ക് അതിനകത്ത് തിരക്കഥയുണ്ട്, സംഭാഷണമുണ്ട്, സംവിധാനമുണ്ട്, ഛായാഗ്രഹണമുണ്ട്, തുടങ്ങി ഏറ്റവും കാര്യങ്ങളില്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു സിനിമ കാണുന്ന പോലെ ഫീൽ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറയാറുണ്ട്, ഇപ്പോൾ കുറുവടി, ഉദാഹരണമായിട്ട് കുറുവടി കുഞ്ഞിനെ പോലെ എന്ന് പറയും. അപ്പം കുറുവടി പിടിക്കേണ്ടത് എങ്ങനെയാണ്? കുഞ്ഞിനെ എടുക്കണ മാതിരി വേണം പിടിക്കാനായിട്ട്. നിങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. കുറുവടി കുഞ്ഞിനെ പോലെ. ആ കുഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണോ സോഫ്റ്റ് ആയിരിക്കണത്, അത്രമാത്രം റിലാക്സ്ഡ് ആയിരിക്കണം നമ്മൾ ഓരോ ആയുധത്തിന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാതിനിധ്യം. ഉദാഹരണം പറഞ്ഞാൽ കുറുവടി പോലെ അല്ല നെടുവടി പിടിക്കേണ്ടത്, നെടുവടി പോലെ അല്ല വാള് പിടിക്കേണ്ടത്. അങ്ങനെ ഓരോ ആയുധത്തിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അതിൽ ഇന്ന് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കുറുവടിയെ കുറിച്ച് മാത്രമാണ്. ഇപ്പൊ കുറുവടി കുഞ്ഞിനെ പോലെ ആണെങ്കിൽ പെട്ടെന്നൊരു ആക്ഷൻ വരുമ്പോൾ അത് എടുത്തെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് പ്രധാനമായ, അല്ലെങ്കിൽ വളരെ ഡീപ്പിൽ പോകുന്ന സമയത്ത് ബേസിക് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാൻ. അങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ ഇതിനകത്തുനിന്നുണ്ടാകുന്ന പ്രയോഗങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യണം. നേരെ വീഡിയോയിലേക്ക്. നമ്മൾ ഈ കുറുവടി കുഞ്ഞിനെ പോലെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പിടിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കുറുവടി ഇങ്ങനെ ഇരിക്കണം. ഇതാണ് പ്രധാനം. ഇനി ഇതിൻ്റെ പ്രയോഗങ്ങളാണ്. അപ്പം നമ്മൾ കൂളായി നിൽക്കണം, റിലാക്സ് ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്, എടുക്കേണ്ട മെത്തേഡാണ്. വടിയിൽ ഈ ഭാഗം നോക്കി ഇത്രയും നിലപ്പുണ്ട്, ഇവിടെ കൈ പിടിക്കണം. വ്യക്തമായി നോക്കുക, ഇവിടെ ഇങ്ങനെ കൈ പിടിക്കണം. അപ്പോൾ കൈ ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഇവിടെയാണ്. ഇവിടെ കൈ പിടിച്ചാൽ ഇത് നാച്ചുറലി എങ്ങോട്ട് പൊങ്ങുമെന്ന് നോക്കുക. കണ്ടോ? അപ്പം നമ്മൾ തല ഇങ്ങനെ മാറ്റണം. ഒന്ന്, ഓക്കെ, തല മാറ്റി. അടുത്തത് ഇത് കറങ്ങിയിട്ട് വന്നിട്ട് നമുക്കിതാ ഇങ്ങനെ പ്രയോഗിക്കാം. വ്യക്തമായി മനസ്സിലായോ? അതായത് കൈ ഇങ്ങനെ വരുന്നു, ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ഇപ്പം രണ്ട് അവസ്ഥകളുണ്ട് ഇതിനകത്ത്. ഒന്ന്, നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കണ സമയത്ത് ഈ കൈ കൊണ്ട് മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഇതുകൊണ്ട് ഒരു പ്രഷർ കൂടെ ചെലുത്തുന്നുണ്ട്. കണ്ടോ? ക്ലിയർ? അതായത് ഇങ്ങനെ പിടിക്കുന്നു, ഉണ്ടോ? കാണുമ്പോൾ ഈ പ്രഷർ കാണത്തില്ല, ചെയ്യുമ്പോൾ ഇത്ര ഉണ്ടോ? പക്ഷേ ഇവിടുന്ന് ഒരു അമർച്ചയുണ്ട്, ഈ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രഷറൂടെ ഉള്ളതുകൊണ്ട് ഇത് നേരെ വന്ന് അടിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു വടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ട്, തിരിച്ചത് ഇവിടെ വന്നു, നമ്മുടെ റിലാക്സ്ഡ് ആവണം. അതാണ് ഒന്നാമത്തെ പൊസിഷൻ. രണ്ടാമത്, നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് ചെയ്യണം. ഓക്കെ, മൂന്നാമത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റിക്ക് ഇങ്ങനെ വന്നിട്ട് തലക്കടിക്കണം. പിടികിട്ടിയോ? 1, 2, 3 ഇങ്ങനെയുള്ള ബേസിക്കുകൾ നമ്മൾ ചെയ്തിട്ടാണ് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നത്. അതെങ്ങനെയാണ് വ്യക്തികൾക്കിട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത് കണ്ടോ? ഇതൊക്കെ ബേസിക്സ് ആണ്. വടി എവിടെ ഇരിക്കണം, എങ്ങനെ പോകണം, ഇതൊരു വശമാണ്. കുട്ടിയെ എടുക്കണ പോലെ ഒരു വശമാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പ്രയോഗങ്ങൾ, ആയിരക്കണക്കിന് ടെക്നിക്കുകളുണ്ട് എവിടെ നിന്ന് എങ്ങനെ പോകണം. ഇതിപ്പം വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റൈലിലുള്ള കുറച്ചേറെ സംഗതികളാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാലത്തെ അവസ്ഥ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആർട്ടിൻ്റെ ലെവൽ എവിടെ പോയി നിൽക്കും. ഇതല്ലാതെ വെറുതെ കുറുവടി എടുത്ത് കൊടുത്തല്ലേ അത് കഷത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളതൊന്ന് ഓർക്കുക, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ വീഡിയോ. എങ്ങനെ പഠിക്കണം എന്നുള്ളത് മുന്നിലേക്ക് നിങ്ങളുടെ ഒരു ആലോചനയ്ക്കുള്ള ഒരു മാർഗവും കൂടിയാണ് ഈ വീഡിയോ. എന്തായാലും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.